വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നു. വായിക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിലേക്ക് വേഗത്തിൽ കടന്നു വരാം. യെശയ്യാ പ്രവചന പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. കേൾക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. വിശുദ്ധ വേദപുസ്തകത്തിലെ അനുഗ്രഹീതനായ ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രവചന 66 പുസ്തകങ്ങൾ പ്രവചിച്ചതിൽ വളരെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ 66 പുസ്തകങ്ങൾ കിടപ്പുണ്ട്. എങ്കിലും ഇന്ന് പകൽ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഈ ദൂതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഈ 18-19 ഈ 2 വാക്യങ്ങളെ ഞാൻ രണ്ടായി തിരിപ്പാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ സ്തോത്രം, ഇതിലെ ഈ രണ്ടായി തിരിക്കുമ്പോൾ ഒന്ന് മുമ്പേ അഥവാ പണ്ടുള്ള ഒരനുഭവം, സ്തോത്രം. 2 ഇപ്പോൾ ഇതാ. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകലത്തെ ദൂതിതാണ്. ആമേൻ, സ്തോത്രം. മുമ്പേയും ഇപ്പോഴും. ആമേൻ. മുമ്പേ ഒരു അനുഭവം, ഇപ്പോൾ ഒരു പുതിയ അനുഭവം. സ്തോത്രം. ഇവിടെ സംഗമൻ യെശയ്യാ പ്രവാചകൻ പറയുന്നു, മുമ്പുള്ളവയെ എന്ത് ചെയ്യണ്ട. ഈ വിശുദ്ധ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, മുമ്പുള്ളവയെ, പണ്ടുള്ളവയെ കുറിച്ച്, ആ പണ്ടത്തെ കാര്യത്തെ കുറിച്ച്, ആ പഴയ അവസ്ഥയെ കുറിച്ച് ഇനി നീ ഓർക്കണ്ട. ഇന്ന് പകല് ആമേൻ 2025 ആയിട്ടും 1900 ആ കാര്യം പറഞ്ഞ് ഓർത്തിരിക്കുന്ന ചിലരുണ്ട് അല്ലേ? പലപ്പോഴും നമ്മൾ പഴയ പല കാര്യങ്ങൾ ഓർക്കാറുണ്ട്. ഇപ്പോൾ ശ്രീജിത്ത് ബ്രദറിനോട് ചോദിച്ചാൽ ശ്രീജിത്ത് ബ്രദർ പറയും, 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്നൊരു ടൈമുണ്ട് അല്ലേ? എന്നോട് പലപ്പോഴും പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രസംഗത്തിന്, ഈ വിഷയത്തിൽ അത് പറ്റിയൊരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഞാൻ ആ നിപ്പ് നിന്നെങ്കിൽ. ഷാജു ബ്രദർ ഉടനെ കൈവക്കുക, കൂടെ ഉണ്ടായിരുന്നല്ല ആളല്ലേ? സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ആ കാലം ഓർത്താൽ അല്ലേ, അന്ന് നിന്നിരുന്നെങ്കിൽ, അതുപോലെ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ, ഇന്ന് പകലത്തെ ദൂത് അത് ഓർക്കണ്ട. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നമ്മൾ എത്ര ആരാധിച്ചാലും, എത്ര ഊഹിച്ചാലും, ചില പ്രയാസങ്ങൾ വരുമ്പോൾ, ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പണ്ടത്തെ കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ ഓർത്തു പോകും. ഓർത്ത് പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ട് ഡൗണായി അല്ലേ? പലപ്പോഴും നമ്മൾ അങ്ങ് തളർന്നു പോകാറുണ്ട്. അങ്ങനെ പഴയ കാര്യങ്ങൾ ഓർക്കുന്ന, പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കുന്ന, മുമ്പേ ഉള്ള കാര്യങ്ങൾ ഓർക്കുന്ന ആരോട് കർത്താവ് പറയുന്നു, ഇനി നീ അത് ഓർക്കണ്ട. ഇനി നീ അത് ഓർക്കണ്ട. കാരണം ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നോട് നോക്കി ഈ പകൽ ദൂതറിയിക്കുന്നു, ഞാൻ പുതിയതെന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. പണ്ട് നീ കണ്ടിട്ടില്ലാത്തത്, പണ്ട് നീ അനുഭവിച്ചിട്ടില്ലാത്തത്, മുമ്പ് നിന്റെ ജീവിതത്തിൽ നീ പ്രാപിച്ചിട്ടില്ലാത്തത്, ഞാൻ പുതിയത് ചെയ്തത്.
യേശുവിന്റെ നാമത്തിൽ ഈ ആണ്ടിന്റെ 7ാമത്തെ മാസത്തിൽ ഈ വിശുദ്ധ ദിവസം പരിശുദ്ധാത്മാവ് ആരോടെ പറയുന്നു? പണ്ടുള്ളവരെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അതിനെക്കുറിച്ച് നിരൂപിച്ചുകൊണ്ട് നീ ഇരിക്കട്ടെ. ഒരു പുതിയത് ഞാൻ നിന്റെ ലൈഫിൽ ചെയ്യാൻ പോകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് പറയുന്നു, ഇപ്പോൾ ഇതാ ഞാൻ പുതിയത് നിങ്ങൾക്കായി ചെയ്യുന്നു. വിശ്വസിക്കുന്നുണ്ടോ? പണ്ടങ്ങനെ സംഭവിച്ചു, പണ്ട് വീണുപോയി, പണ്ടൊത്തിരി തകർച്ച വന്നു, പണ്ടൊത്തിരി പ്രതിസന്ധികൾ വന്നു, പണ്ടൊത്തിരി വേദനകൾ വന്നു, പണ്ടൊത്തിരി പിന്മാറ്റങ്ങൾ വന്നു, പണ്ടൊത്തിരി സംഭവിച്ചു. ആ പഴയ കാര്യങ്ങൾ ഇനിയും നീ നിരൂപിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ട് ഇരിക്കണ്ട. ഇന്ന് പകൽ കർത്താവ് ആരോടൊക്കെ ദൂരറിയിക്കുന്നു, ഞാൻ പുതിയ ചില കാര്യങ്ങൾ ഇതുവരെ ചെയ്യാൻ തുടങ്ങുന്നു. നിനക്ക് വേണ്ടി പുതിയ ചില ചെലവ്, പുതിയ ചെലവ്. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ അടിച്ചോണ്ട് ആത്മാവിൽ പ്രതികരിച്ച് പുതിയ എന്തോ ദൈവം ആർക്കൊക്കെയോ വേണ്ടി ചെയ്യാൻ പോകുന്നു. ഒത്തിരി അവസരങ്ങൾ പാഴായി, ഒത്തിരി സമയങ്ങൾ കഴിഞ്ഞുപോയി, ഒത്തിരി ലേറ്റായി, പ്രായമൊക്കെ ഒത്തിരി ആയി. ഇനി പണ്ടുള്ളവരെ കുറിച്ച് നീ ഇങ്ങനെ നിരൂപിച്ചുകൊണ്ട് ഇരിക്കുക. പക്ഷെ കർത്താവ് പറയുന്നു, വേണ്ട, അത് നിർത്തിക്ക്, ഞാൻ പുതിയത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ കഴിയും? ഇത് എന്നോടുള്ള ദൂതാന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇതാ ഞാൻ പുതിയതകളോ ചെയ്യാൻ പോകുന്നു, പുതിയത് ചിലത് ചെയ്യാൻ പോകുന്നു. ഞാനിത് ആരോടാ പറയുന്നേ? പുതിയ ചിലവ് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. പണ്ട് കണ്ട അത്ഭുതമല്ല, പണ്ട് കണ്ട വിടുതലല്ല, പണ്ട് കണ്ട ശുശ്രൂഷയല്ല, പണ്ട് ദൈവ ശുശ്രൂഷയല്ല. ആ പണ്ടത്തെ കഥ നിർത്തിയിട്ട് ഇതുവരെ മുട്ടുടക്ക് മാറിടത്തിയോ കർത്താവ് പറയുന്നു, ഇതാ ഞാൻ പുതിയത്. ഒരിക്കല് സ്തോത്രം, ദാവീദിനൊരു അവസരം കിട്ടി. എന്താ അവസരം? യുദ്ധത്തിൽ പങ്കുചേരാൻ അവസരം കിട്ടി. സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിപ്പാൻ അപ്പൻ പറഞ്ഞിട്ട് വന്ന മകനാ ദാവീദ്. ആമൻ. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ നിൽക്കുമ്പോഴും ഇസ്രായേൽ ജനത്തെ നോക്കിയും ദൈവത്തെയും ആമേൻ പഴിക്കുന്ന, ആമേൻ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന ഒരു മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് കണ്ടു. ആമേൻ, ഹല്ലേലൂയ. ഇത് കണ്ട ദാവീദ്, ആമൻ സ്തോത്രം, ദൈവത്തിന്റെ ജനത്തെ നിന്ദിപ്പാൻ മല്ലനായ അഗ്രചർമ്മിയായ ഇവൻ ആർ എന്ന് ചോദിക്കുന്ന വാക്ക് ശൗലിന്റെ അടുക്കെത്തി. ശൗല് ദാവീദിനെ വിളിപ്പിച്ചു, തന്റെ പടയങ്കി എടുത്ത് ദാവീദിനെ എണീപ്പിച്ചു. തനിക്ക് ശീലമില്ലാത്തത് കൊണ്ട് അതിനെ ഊരി മടക്കി കൊടുത്തിട്ട് ദാവീദ് അവൻ ശൗലിനോട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ സിംഹവും കരടിയും എന്റെ അപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ട് വനാന്തരത്തിലായിരുന്നപ്പോൾ എനിക്കെതിരെ വന്നു. അദ്ദേഹം പഴയ ചില കഥകൾ പറയുക. ഈ കഥ പറയുന്ന ദാവീദേ, ആ കഥയും കൊണ്ട് നിനക്ക് ഈ ഗോലിയാത്തിനെ ജയിക്കാൻ പറ്റത്തില്ല. ഈ ഗോലിയാത്തിനെ നിനക്ക് ജയിക്കണമെങ്കിൽ പുതിയ ജലമെടുക്കണം. മിനുസമുള്ള കല്ലുകൾ നിനക്ക് പ്രാപിക്കണമെങ്കിൽ ഈ തോട്ടിനകത്തേക്ക്, ഇന്ന് പകൽ ആത്മാവിന്റെ തോട്ടിനകത്തേക്ക്, ദൈവസാന്നിധ്യത്തിന്റെ തോട്ടിനകത്തേക്ക് ഇന്ന് പകൽ നീ ഇറങ്ങാൻ തയ്യാറായ മിനുസമുള്ള കല്ലുകൾ ഇന്ന് നിന്റെ കരകൾ തരാം. ദാവീദ് തോട്ടിനകത്തിറങ്ങി 5 മിനുസമുള്ള കല്ലെടുത്തു. ആമൻ തന്റെ കീശയ്ക്കകത്തിട്ടു. ഗോലിയാത്തിനെതിരെ വന്ന് നിൽക്കുക ദാവീദ്. കീശയ്ക്കകത്ത് നിന്ന്, തന്റെ ഇടയ സഞ്ചിയിൽ നിന്ന് മിനുസമുള്ള 5 കല്ലുകളിൽ ഒരു കല്ലെടുത്തു. ഗോലിയാത്തിന്റെ നേർക്കടിച്ചു. ഒരു സ്വത്രം പറഞ്ഞേ. സിംഹത്തെയും കരടിയെയും ആമൻ വലിച്ചു കീറിയതുപോലല്ല ദാവീദ് ഇവിടെ മല്ലനായ ഗോലിയാത്തിനെ തള്ളിയിട്ടത്. ഇന്ന് പകൽ ആരോടോ പറയുന്നു, പണ്ടു നീ ചെയ്യാത്ത ചിലത്
ഇതാ ഞാൻ പുതിയതെന്ന്. ഞാൻ വചനത്തെ മാറ്റുന്നതല്ല, ഇന്നത്തെ ദൂതിലോട്ട് ഞാൻ വന്ന് പറയാം. ഇതാ ഞാൻ പുതിയതെന്ന് നിന്നിലൂടെ ഞാൻ ചെയ്യാൻ പോകുകയാണ്. ഇതാ ഞാൻ പുതിയതെന്ന്. ഓ യെസ്, പണ്ട് നീ സിംഹത്തെ കീറി കരടിയെ വലിച്ചു കീറി, അതുപോലെ അല്ല. ഇതാ ഞാൻ പുതിയതെന്ന് ഞാൻ നിന്നിലൂടെ. സ്വീകരിക്കാമോ? 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 ഇതിനകത്തു നിന്ന് പുതിയ ചിലവ് ചെയ്യുന്ന, പുതിയ ചിലവ് ചെയ്യാൻ ചില ദാവീദുമാർ എഴുന്നേൽക്കട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പണ്ട് ഞാൻ അവസ്ഥ നോക്കിയാൽ ഞാൻ ആ പോക്ക് ഞാൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ എവിടെയോ ആകുമായിരുന്നു, ഞാൻ എന്തോ നിലയിൽ നിൽക്കുമായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി ഈ പകൽ കർത്താവ് പറയുന്നു, നീ ഇനി അത് നിരൂപിക്കണ്ട, ഇനി നീ അത് പറയണ്ട, ഇനി നീ അത് ഓർക്കണ്ട. പണ്ടുള്ളവയെ ഇനി നീ ഓർക്കണ്ട, അതിനെ കുറിച്ച് നീ നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയതെന്ന് ചെയ്യുന്നു. ഇനി ഞാൻ ഇതിന്റെ ദൂതിലോട്ട് വരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞു ഇതിനകത്ത് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് പണ്ട്, രണ്ട് ഇപ്പോ, പ്രസന്റ്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് പ്രവാചകൻ പ്രവചന ശബ്ദത്തിലൂടെ പറയുമ്പം ഒരു ദൂത് അതിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ അല്ലേ മുമ്പ് പണ്ട് ഉണ്ടായിരുന്ന ഒത്തിരി അവസരങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടമായി പോയിട്ടുണ്ട് അല്ലേ? പണ്ട് നിന്നൊരു ലെവലുണ്ട്, മുമ്പേ ആയിരുന്നൊരു ലെവലുണ്ട്. അത് ദൈവം നമുക്ക് തന്ന അവസരമാണ്. ഈ അവസരങ്ങൾ നമ്മളായിട്ടോ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കണം, നമ്മളായിട്ടോ വേറെ പല കാരണങ്ങളാലോ ഈ അവസരങ്ങൾ നഷ്ടമായി. ഇനി ഇപ്പോഴത്തെ അവസ്ഥ ഇതും ആലോചിച്ചുകൊണ്ട്, ഇതും ചിന്തിച്ചുകൊണ്ട്, ഇതും പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇരിക്കുക. എല്ലാം തീരുന്നെന്നുള്ള നിലയിൽ, എല്ലാം അവസാനിച്ചെന്നുള്ള നിലയിൽ, എൻ്റെ അവസരങ്ങളെല്ലാം എനിക്ക് നഷ്ടമായെന്ന് പറഞ്ഞ് ഇന്ന് പകലിരിക്കുമ്പോൾ ഇനി ഒരവസരമില്ല എന്ന് ചിന്തിച്ച്, ഇനി ഒരു അവസരം ദൂത് മനസ്സിലാക്കണം. ഇന്ന് പകൽ ഇതിനകത്ത് നിന്ന് ദൈവം എനിക്ക് തന്ന ദൂത ഞാൻ വേഗത്തിൽ സ്പീഡിൽ പറഞ്ഞു വിടുക, സമയം മുമ്പിലില്ല. സ്തോത്രം. ഇനി ഒരവസരം എൻ്റെ മുമ്പിലില്ല എന്ന് ചിന്തിച്ച് നീ ഇരിക്കുമ്പം ഇന്ന് പകൽ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ഇതാ ഞാൻ പുതിയത് ചെയ്യുന്നു. എല്ലാം അവസാനിച്ചെന്ന് നീ പറഞ്ഞിരിക്കുമ്പോ, ഇനി ഒരു അവസരമില്ലെന്ന്, ഇനി ഒരു വേദിയില്ലെന്ന് നീ പറഞ്ഞിരിക്കുമ്പോ ദൈവം പറയുന്നു, ഇതാ ഞാൻ പുതിയത്. അവസരങ്ങൾ കഴിഞ്ഞുപോയെന്ന് ചിന്തിച്ചിരിക്കാനല്ല കർത്താവ് പറയുന്നു, ഞാനിതാ പുതിയത് ചെയ്തത്, ഞാനിതാ പുതിയത് ചെയ്തത്. നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് തീർന്നിട്ടില്ല. അവസരം തീർന്നിട്ടില്ല.
ഇന്ന് പകൽ ഒരു പ്രോഫറ്റിക് വേർഡായി, ഒരു പ്രവചന ശബ്ദമായി ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ വിളിച്ചു പറയാം. എന്താ ദൈവം ചെയ്യുന്നില്ലേ, ചെയ്യാന്ന് പറഞ്ഞില്ലേ? വിശ്വസിച്ചോ? അടുത്ത ആഴ്ചയല്ല, അടുത്ത യോഗത്തിലല്ല, അടുത്ത ഫാസ്റ്റിംഗ് പ്രയറിലല്ല, എന്റെ അവസരങ്ങളെല്ലാം പോയി, എന്റെ അവസരങ്ങളെല്ലാം പാഴായി, എന്റെ അവസരങ്ങളൊക്കെ നഷ്ടമായി. ഇനി എനിക്കൊരു അവസരമില്ലെന്ന് ചിന്തിച്ചിരിക്കുമ്പം, ഇനി ഒരു അവസരമില്ലെന്ന് ചിന്തിച്ചിരിക്കുമ്പം കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ചിലത്. ഈ തൂതിന്ന് പകൽ പിടിക്കാൻ ആരെങ്കിലും ഉണ്ട്? ഇതാ ഞാൻ പുതിയത്, ഇതാ ഞാൻ പുതിയത്. അതിപ്പോൾ ഭരിക്കും. അതിപ്പോൾ ഭരിക്കും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നീ കഴിഞ്ഞ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില അവസരങ്ങൾ, ചില വേദികൾ, ചില സാധ്യതകൾ, ചില വാതിലുകൾ, ചില വഴികൾ, ചില ഉറവകൾ തുറക്കുന്നു. സ്വീകരിച്ചോ, സ്വീകരിച്ചോ. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ചില നദികളും ഇന്നലെ ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകുമെന്ന് നീ ഇന്നലെ ചോദിച്ചു, പക്ഷെ കർത്താവ് പറയുന്നു അത് ഉണ്ടാകും. നീ അറിയാത്ത വഴിയിലൂടെ. ഇനി ഒരു അവസരം എങ്ങനെ, ഇനി ഒരു വഴി എങ്ങനെ, ഇനി ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ? സ്തോത്രം പറ. നീ നിൽക്കേണ്ട പല മേഖലകളും നിനക്ക് നഷ്ടമായി. നിന്റെ പേര് വരേണ്ട പല തലങ്ങളും നിനക്ക് നഷ്ടമായി. നിന്റെ അവസരങ്ങൾ പലതും നഷ്ടമായി. നിന്റെ ജീവിതത്തിലെ പലതും നിനക്ക് നഷ്ടമായി. അങ്ങനെ നിരൂപിച്ചു കൊണ്ടിരിക്കുന്ന, അതിനെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ആരോടോ കർത്താവ് പറയുന്നു, തീർന്നിട്ടില്ല. ഞാൻ പുതിയത് ചിലത് നിനക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ആരോടോ കർത്താവ് പറയുന്നു, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടലിന്റെ നടുവിൽ വഴി ഉണ്ടാക്കിയ ദൈവം, നീ ഇതുവരെ കാണാത്തൊരു പുതിയ വഴി മരുഭൂമി ചില ഉറവകൾ, ചില വഴികൾ ഇവരുടെ തുറന്നു. വിശ്വസിക്കുന്നവർ പ്രതികരിക്കുക, വിശ്വസിക്കുന്നവർ പ്രതികരിക്കുക. പണ്ടത്തെ അവസരം പലതും നഷ്ടമായില്ലേ?
മുമ്പുണ്ടായിരുന്ന പലതും ജീവിതത്തിൽ നഷ്ടമായില്ലേ? ഇനി എങ്ങനെയെന്ന് ചോദിക്കുന്നില്ലേ? ഇനി എപ്രകാരം എന്ന് ചോദിക്കുന്നില്ലേ? ഇന്ന് നിനക്കൊന്നും അറിയത്തില്ല. പക്ഷെ കർത്താവ് ഇന്ന് പകൽ പറയുന്നു, ഇതാ ഞാൻ പുതിയത്, ഇതാ ഞാൻ പുതിയതെന്ന്, ഇതാ ഞാൻ പുതിയതെന്ന് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ മിനിസ്ട്രിക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ഞാൻ ചെയ്യുന്നു. അതിപ്പോഴും ഭവിക്കും. മരുഭൂമി ഒരു വഴിയായി, നിർജ്ജന പ്രദേശത്ത് ഒരു നദി പോലെ. ഇന്ന് പകല് ആരുടെ കർത്താവ് ഒരു ദൂതനോട് പറയാൻ പറയുന്നു, ഒന്ന്, ഇന്ന് ജീവിതത്തിന്റെ മുമ്പിൽ വഴിയില്ല. ഇന്ന് ജീവിതത്തിൽ ഒരു വഴിയും നിന്റെ മുമ്പിൽ കാണുന്നില്ല. എങ്ങോട്ട് പോകും, എന്തു ചെയ്യണമെന്നറിയാതെ നീ പകച്ചു നിൽക്കുക. രണ്ട്, നിന്റെ മുമ്പിൽ നിന്ന് നദികളുമില്ല. പക്ഷെ കർത്താവ് പറയുന്നു, മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഞാൻ ഉണ്ടാക്കും. ഇത് ദൂത, ഞാൻ ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കും. ഇന്ന് കാണാത്ത പലതും നദികൾ, വഴികൾ നിന്റെ മുമ്പിൽ ദൈവം ഉണ്ടാക്കും. മുൻപും പിൻപും ഇടതും വലതും മരുഭൂമി അല്ലാതെ ജീവിതത്തിന്റെ മുമ്പിൽ ഒരു വഴിയും കാണാൻ കഴിയാതെ ഇന്ന് നീ നിൽക്കുമ്പോ കർത്താവ് പറയുന്നു, ഞാൻ പുതിയ വഴി നിനക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോവുക, നിനക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോവുക. ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണുക. ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുന്നത് പോലെ നീ ദൈവത്തിന്റെ അസറ്റായതുകൊണ്ട്, നീ ദൈവത്തിന്റെ വകയായതുകൊണ്ട് നിനക്ക് വേണ്ടി ദൈവം ഇല്ലാത്ത വഴിയെ ഇന്ന് നിന്നെ സഹായിക്കാൻ, ഇന്ന് നിന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ, നിന്റെ കൂടെ നിൽക്കാൻ ഒരാളുമില്ല. യെശയ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞു, നിർജ്ജന പ്രദേശത്ത്. പക്ഷെ തമ്പുരാൻ പറയുന്നു, ഞാൻ നദി തുറക്കാൻ പോകുക. ഒരു നദി ഞാൻ തുറക്കാൻ പോകുക. ഇന്ന് പകൽ സ്വീകരിക്കാൻ ആരെങ്കിലുണ്ട്? നദി, 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 നദി. ഓ, കേൾക്കുന്നുണ്ടോ? ഇന്ന് കൂടെ ഇരിക്കാൻ ഒരാളില്ല, ഇന്ന് നിന്റെ കൂടെ നിൽക്കാൻ ഒരാളില്ല. പക്ഷെ ദൂത്, ഞാൻ നദികൾ തുറക്കും. ഞാൻ നേരത്തെ പറഞ്ഞ നദിയല്ലേ, സോറി കേട്ടോ, നദികൾ തുറക്കും. ഇല്ല, നിങ്ങൾ മിണ്ടുന്നില്ല. നദികൾ തുറക്കും, നദികൾ തുറക്കും, നദികൾ തുറക്കും, നദികൾ തുറക്കും. തോട്ടം നനയ്ക്കാൻ നദികൾ, തോട്ടം നനയ്ക്കാൻ നദികൾ. ഓ, തോട്ടം നനയ്ക്കാൻ നദികൾ. ഇന്ന് ഒരു നദിയില്ല, പക്ഷെ നദികൾ തുറക്കും, നദികൾ തുറക്കും. 7 മാസം മുന്നേ പ്രവചിക്കുന്നു, ഈ വർഷത്തിൽ തന്നെ ചില നദികൾ തുറക്കട്ടെ. രാമൻ പറഞ്ഞേ, ഈ കിണർ വെട്ടുന്നവരോട് ചോദിച്ചാൽ അറിയാം. അവര് പറയും, ഒരു കനുവ് പോലും ഇല്ല എന്ന് ചിലർ പറയാറുണ്ടല്ലേ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കനുവ് പോലും. കർത്താവ് പറയാ, കനുവല്ല, ഞാൻ നദികളെ തന്നെ തുറക്കാൻ പോവാ.
ഈ പ്രതികരണം പോരാ. ഞാൻ നദികൾ തന്നെ തുറക്കാൻ പോവാ. ഓ, ഞാൻ നദികൾ തന്നെ, ഒരു ചെറിയ കനുവല്ല, ഒരു നദികൾ തന്നെ. ഞാൻ ഈ ദൂതിന്റെ ടൈറ്റിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഒത്തിരി അവസരങ്ങൾ നിങ്ങൾക്ക് പാഴായിട്ടുണ്ടാകാം. ഭാരപ്പെടണ്ട. ദൈവം ഇതാ പുതിയത്. ഒന്ന് വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം മുതലൊന്ന് വായിച്ചേ. ആദിയിൽ ദൈവം ശ്രദ്ധിച്ച് കേട്ടെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. ഞാൻ ചോദിക്കട്ടെ, ദൈവം സൃഷ്ടിക്കുന്നത് പാഴും ശൂന്യമായി സൃഷ്ടിക്കുവോ? ഇല്ല. ദൈവം സൃഷ്ടിക്കുന്നത് നിറവായിരിക്കും. ദൈവം സൃഷ്ടിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെ? 6 ദിവസത്തെ സൃഷ്ടിയെ നോക്കിക്കേ. ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവത്തിനൊരു നോട്ടമുണ്ട്. ദൈവത്തിൻ്റെ നോട്ടമുണ്ട്. ഇന്ന് പകല് ശ്രദ്ധിച്ച് കേട്ടോ. ആമേൻ. നാട്ടുകാർ നിന്നെ നോക്കിയിട്ട് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും ഭാരപ്പെടണ്ട. നിന്നെ നിർമ്മിച്ചവൻ നിന്നെ നോക്കി പറയുന്നുണ്ട് നല്ലത്. ആമേൻ പറഞ്ഞേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും, ഭൂമി പാഴും. എന്തായി? ദൈവ സൃഷ്ടിച്ച മനോഹരമായ ഭൂമി എന്തായി? പാഴും. ആരോ ആഴത്തിൽ കിടന്ന് ഒരു ഇരുട്ടിന്റെ ശക്തി പറയുക, തീർന്നു. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഏതോ ഇരുട്ടിന്റെ ശക്തി നിന്നെ നോക്കി പറയുന്നു, നിന്റെ കുടുംബം തീർന്നു. ഓ, നിന്റെ ലൈഫ് തീർന്നു. നിന്റെ മിനിസ്ട്രി തീർന്നു. നിന്റെ സഭ തീർന്നു. നിന്റെ ശുശ്രൂഷ തീർന്നു. അപ്പോഴാ യെശയ്യാ പ്രവാചകൻ 65-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിന്നുകൊണ്ടൊരു വാക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ, പാഴും ശൂന്യമായി തീർന്നെന്ന് പറഞ്ഞപ്പോ, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരുക പോലുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഞാൻ സൂപ്പർ എക്സ്പ്രസിലാ പോകുന്നത്. നിങ്ങൾ പഴയ സിറ്റി ബസ്സിലാണെന്നാ തോന്നുന്നേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഇല്ല. ശ്രദ്ധിച്ച് കേക്ക്. ഉൽപ്പത്തി 1:1 പറഞ്ഞെന്താ? ആമേൻ. ഭൂമി എന്തായി തീർന്നു? പാഴും. യെശയ്യാവ് ഇവിടെ പ്രവചിക്കുന്നെന്താ? ഇതാ ഞാൻ പുതിയ ആകാശവും. പണ്ടേ പാഴായി പോയില്ലേ? പണ്ടേ ശൂന്യമായി പോയില്ലേ? ആ ആളായി നിൽക്കുന്നെന്ന് പോലും ചിന്തിക്കാൻ പോലും മനസ്സിൽ പോലും വരാത്ത രീതിയിൽ എന്റെ ദൈവം മാറിയവനെ പോലെ. ഞാൻ പറഞ്ഞത്രക്ക് മനസ്സിലായി. ഭൂമിയും എന്തായി തീർന്നു? പാഴും ശൂന്യമായി ഇരുന്നു. ദൈവം എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? ഇതാ തീർന്നെന്ന് പറഞ്ഞില്ലേ? ഇനിയൊരു അവസരം ഇല്ലെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ആ പ്രവചിക്കുക, ഇതാ ഞാൻ പുതിയത്.
അടുത്ത വാക്കാ ഇഷ്ടപ്പെട്ടെ. മുമ്പിലെത്തവ ആരും, ഞാൻ ഇങ്ങനെ പറയാം, നീ പോലും അത് ഓർക്കത്തില്ല. ആ രീതിയിൽ ദൈവം ചിലത്, ആ രീതിയിൽ പുതിയ ചിലത്. ഓ, ഇനി ആരുടെയും മനസ്സിൽ പോലും, മനസ്സിൽ പറയില്ല മാത്രമല്ല, മനസ്സിൽ പോലും വരാത്ത രീതിയിൽ ഞാൻ നിന്നെ മാറ്റും. ഇന്ന് പകല് ദൈവാത്മാവ് ആരെയോ നോക്കി പറയുന്നു, അങ്ങനെ നിന്നെ മാറ്റാൻ വേണ്ടി ഒരാത്മാവിന്റെ പരിവർത്തനം നിന്റെ ലൈഫിൽ ഇതുവരെ സംഭവിക്കട്ടെ. ദൈവസഭയിൽ സംഭവിക്കട്ടെ, കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ, ദേശത്തിൽ സംഭവിക്കട്ടെ. നിങ്ങൾ എത്ര പേര് സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കർത്തദാസന്മാർക്ക് ഞാൻ ശുശ്രൂഷ കൊടുക്കുന്നതിന് മുൻപ് എപ്പോഴാണ് സങ്കീർത്തനം ശുശ്രൂഷ വന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് കേൾപ്പിച്ച ഒരു ശബ്ദം ഇതാണ്. ഒരു സ്തോത്രം, അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഒരു അഭിഷേക തലമുറയെ, ഒരു അനോയിന്റിങ് ജനറേഷനെ ദൈവം ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവാ. ഓ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കരങ്ങളിൽ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കില്ല, അഭിഷേകത്തോടെ എഴുന്നേൽക്കുന്ന, അഭിഷേകത്തോടെ നിൽക്കുന്ന, അഭിഷേകത്തോടെ നിൽക്കുന്ന ഒരു ജനറേഷൻ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അഭിഷേകം ചലിക്കാൻ പോവുകയാണ്. ഇന്ന് പകരം വിശ്വസിച്ചാട്ടെ, ഇത് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആരും ഓർക്കത്ത് പോലും ഇല്ലാത്ത രീതിയിൽ, ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ ഞാൻ ഒരു പുതിയത് ചെയ്യാൻ പോകുന്നു. ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോകുന്നു. പുതിയ ചില അവസരങ്ങൾ ദൈവം തരാൻ പോകുന്നു. പുതിയ ചിലത് ദൈവം നൽകാൻ പോകുന്നു. ഞാൻ എങ്ങനെ ഈ ലെവലിൽ എത്തി എന്ന് പോലും നിനക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ ദൈവം ചിലത് ഉണ്ടാക്കാൻ പോകുന്നു. ഓ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞോട്ടെ. എനിക്കറിയാം, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത, ദൈവാത്മാവിൽ ഒരു വാക്ക് ഇങ്ങനെ ദൈവാത്മാവ് ഇങ്ങനെ തികട്ടുക എൻ്റെ മുമ്പിൽ. ആ ദൂത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് സ്തോത്രം, നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ അളക്കുമ്പം നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ കവർ ചെയ്യത്തക്ക രീതിയിൽ ദൈവം നമ്മളെ കയറ്റാൻ പോവുകയാണ്. സ്തോത്രം പറഞ്ഞേ. ഒരു 10 രൂപ കൊടുത്ത് ചായ മേടിക്കാൻ കാശില്ലാത്തവൻ 5 സ്റ്റാർ ഹോട്ടലിലെ ഓണറാകാൻ പോവാന്ന് പറഞ്ഞ ദൂത് കേട്ടാൽ എങ്ങനെയായിരിക്കും? സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ദൈവം ആക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു തലം, അങ്ങനെയുള്ള എന്തൊക്കെയോ ഈ ദിവസങ്ങളിൽ ദൈവം 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 വിശ്വസിച്ചേ, 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 വിശ്വസിച്ചേ. സ്തോത്രം പറഞ്ഞേ. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, അപ്പൻ്റെ ആടല്ലാതെ വേറെ ഒന്നും അറിയാത്ത, മേയ്ക്കാനല്ലാതെ വേറെ ഒന്നും അറിയാത്ത ദാവീദിനെ ഗോലിയാത്തിനെ കൊന്ന് ഇസ്രായേലിന്റെ രാജാവാക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനായ മോശയെ, അങ്ങനെ ഭയങ്കര മുൻകോപിയായ മോശയെ
600,000 വരുന്ന ജനത്തിന്റെ പാസ്റ്ററാക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസിനെ അല്ലേ ഒറ്റ പ്രസംഗത്തിൽ ആയിരങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തക്ക രീതിയിൽ ഉപയോഗിച്ച ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ്. ദൈവം പുതിയത് ചെയ്യാൻ പോവാ. ദൈവം പുതിയത് ചെയ്യാൻ പോവാ. ഇന്ന് പകരം